ഹായ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിനുണ്ടായിരുന്നു. ഇത്തവണ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സസ്പെൻസിന് വിരാമമായിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇവിടെ നമുക്കാകെ 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. അതിനകത്ത് ചരിത്രത്തിൽ നിന്നും 5 മാർക്ക് പഴയതുപോലെ തന്നെയാണ്. അതുപോലെ ഭൂമിശാസ്ത്രത്തിൽ നിന്നും നമുക്ക് 5 മാർക്ക്, അതുപോലെ ധനതത്വശാസ്ത്രത്തിൽ നിന്നും 5 മാർക്ക്, അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും പ്രധാനമായിട്ടും 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനത്തിൽ നിന്നും 5 മാർക്ക്, അതുപോലെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കിനുണ്ട്. അതുപോലെ ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രവും 3 മാർക്ക്, അതുപോലെ കല, കായിക, സാഹിത്യ, സംസ്കാരം 5 മാർക്കിനാണ്. അതുപോലെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അടങ്ങുന്നത് 3 മാർക്കിനും. ഇനി സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത് 5 മാർക്കിനാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആനുകാലിക വിഷയങ്ങളുണ്ടല്ലോ, അത് 20 മാർക്കിനുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും നമ്മുടെ LD-യുടെ മെയിൻസിൻ്റെ സിലബസ് ഒക്കെ ഉണ്ടല്ലോ, അതേ സെയിം സിലബസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ലഘുഗണിതവും അതുപോലെ മാനസിക ശേഷി നിരീക്ഷണ പാഠവും 10 മാർക്കിനും, അതുപോലെ ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്, അതുപോലെ പ്രാദേശിക ഭാഷ ഇപ്പം നമുക്ക് നാട്ടിലാണെങ്കിൽ മലയാളത്തിന് 10 മാർക്കിനും, അങ്ങനെ ആകെ മൊത്തം 100 മാർക്കിനാണ് എന്തുള്ളത് പരീക്ഷയ്ക്ക് സിലബസ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തില്ല, അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന സിലബസ് അനുസരിച്ച് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത്തവണ ഇല്ല എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? സിലബസിൽ നമുക്ക് അടുത്ത് നോക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നോക്കിയേ, നമുക്കറിയാവുന്ന നമ്മളെ സിലബസ് തന്നെയാണ്. കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചരിത്രത്തിനകത്ത് കേരളം പഠിക്കണം, അതുപോലെ ഇന്ത്യ ഉണ്ട്, അതുപോലെ ലോകം, ഇങ്ങനെ 3 ഏരിയയെക്കുറിച്ചാണ് നമുക്ക് ചരിത്രത്തിൽ പഠിക്കാനുള്ളത്. അതുപോലെ ഭൂമിശാസ്ത്രത്തിന് നമുക്ക് അതുപോലെ തന്നെ 5 മാർക്കാണ് ഭൂമിശാസ്ത്രത്തിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെയും നമുക്ക് നോക്കാം. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുണ്ട്, അതിൻ്റെ സബ് ടോപ്പിക്കുകളുണ്ട്. പിന്നെ നമുക്ക് ഇന്ത്യയെക്കുറിച്ച്, അതിൻ്റെ ഭൂപ്രകൃതി, മറ്റു കാര്യങ്ങളുണ്ട്. അതുപോലെ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തത്വശാസ്ത്രത്തിനകത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക രംഗം, അതുപോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് പോലുള്ള സംഭവങ്ങൾ, കാർഷിക വിള, ധാതുക്കൾ, ഹരിത വിപ്ലവം, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് ഹരിത വിപ്ലവം. ഇതൊക്കെ ഇതിനകത്ത് സ്ഥിരം സിലബസ് തന്നെയാണത്. ഇനി നമുക്കടുത്ത് ഇന്ത്യൻ ഭരണഘടനയിലോട്ട് പോയി കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, അതുപോലെ ഭേദഗതികളിൽ എടുത്തു പറയുന്ന 42, 44, 52, 73, 74, 86, 91 തുടങ്ങിയ സ്ഥിരം നമുക്ക് വരാവുന്ന മെയിൻസിൻ്റെ പിന്നെ 10th പ്രിലിംസിൻ്റെ മെയിൻ സിലബസ് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ആ പ്രധാനപ്പെട്ട സ്ഥിരം ടോപ്പിക്കുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം അവിടെ ഒരു മാറ്റവും ഇല്ല. മനുഷ്യരിലുള്ള പൊതു അറിവ് പോലുള്ള ആ സംഭവങ്ങൾ, പരിസ്ഥിതി, പ്രതിശാസ്ത്രം, ജീവിതശൈലി രോഗം, സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, വിറ്റാമിനോ, അതിൻ്റെ അപര്യാപ്തത രോഗം, ഇങ്ങനെ സെയിം സാധനം. അതായത് നിങ്ങൾ കുറേ കാലം മുമ്പ് LD-ക്ക് വേണ്ടി പഠിച്ചില്ലേ, ആ പഠിച്ചവർക്ക് ആ പഠിച്ച സാധനങ്ങൾ പ്ലസ് ഒരു റിവിഷൻ പോലെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, അന്ന് എവിടെയാണ് വീക്കായിട്ട് പോയത് ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതേ സെയിം സാധനം മുമ്പ് ഒരു 6 മാസം മുമ്പേ നിങ്ങൾ പഠിച്ചെവിടെ നിർത്തിയോ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ സെറ്റാവും. അതുപോലെ ഭൗതിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും 3 മാർക്കിനുള്ള സാധനം, അത് ഭൗതികശാസ്ത്ര ശാഖകൾ, ചലനം, പ്രകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ആ ഏരിയ ഒന്ന് കവർ ചെയ്യണം. പിന്നെ ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 മാർക്കേ ഉള്ളൂ എങ്കിലും സിലബസ് കുറച്ചുകൂടി അധികമാണ്. രസതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ 3 മാർക്കിനാണെങ്കിലും അവിടെയും ആറ്റത്തെക്കുറിച്ചും മൂലകത്തെക്കുറിച്ചും ലോഹങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കണം. 3 ചെറിയ സാധനം നമുക്ക് വിചാരിക്കുമെങ്കിലും അതും അല്പം വലിയ ഒരു ഏരിയ തന്നെയാണ്, അതും പഠിക്കണം. പിന്നെ നമുക്കുള്ളത് കലാ, കായിക, സാഹിത്യ, സംസ്കാരം 5 മാർക്കിനുള്ള സാധനമാണ്. അതും നമുക്ക് പഠിക്കേണ്ട, സ്ഥിരം പഠിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്. അതിനകത്തും കറണ്ട് അഫെയറിന് പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കണം. പ്ലസ് കറണ്ട് അഫെയർ പ്രത്യേകം പറയുന്നെങ്കിൽ പോലും കറണ്ട് അഫെയറിന് ഇതിനകത്ത് എന്തുണ്ട്, പ്രാധാന്യമുണ്ട്. ഓക്കെ. അതുപോലെ അടുത്തത് സാഹിത്യം, അതെല്ലാം സെയിം സാധനം, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല. സാഹിത്യം, സംസ്കാരം, ആ സംഭവങ്ങളൊക്കെ. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, അതും നമുക്ക് 3 മാർക്ക് തന്നെയാണ്. ഇതെല്ലാം നമ്മൾ LD ലെവലിൽ നമ്മൾ എന്താണോ പഠിച്ചു വെച്ചത് അതേ സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, വീണ്ടും സിലബസിൽ തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സുപ്രധാന നിയമങ്ങൾ. ഈ സുപ്രധാന നിയമങ്ങളും നമ്മളെല്ലാം നല്ല വൃത്തിയായിട്ട് ആ LDCയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ കച്ചിക്കുറുക്കി എടുത്ത് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക.
പിന്നെ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, വളരെ ഹോട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ആനുകാലിക വിഷയങ്ങൾ. 20 മാർക്കാണ് ആനുകാലിക വിഷയം എന്നുള്ളത്. അപ്പോൾ അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഈ ആനുകാലിക വിഷയമാണ് നിങ്ങൾ ആ പണ്ട് നമ്മൾ ആ LD പഠിച്ച സാധനത്തിൽ നിന്നും കുറച്ചുകൂടി അധികം പഠിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ്, ആനുകാലിക വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ ഗണിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 5 മാർക്കിന് ലഘുഗണിതം, മാനസിക ശേഷി നിരീക്ഷണ പാഠവും അതുപോലെ 5 മാർക്ക്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സിലബസ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്കിന്, വൊക്കാബുലറി 5 മാർക്കിന്. ഇതൊക്കെ സ്ഥിരം നമ്മുടെ LDC സിലബസ് തന്നെയാണ്. ഇതൊന്നും ഞാൻ എടുത്ത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പ്രാദേശിക ഭാഷയിൽ മലയാളത്തിലും ഈ പറയുന്നത് പോലത്തെ സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരല്പം മനസ്സറിഞ്ഞൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ LDCയുടെ ബാക്കി എന്നുള്ള നിലയ്ക്ക് ഒരു പഠിത്തം നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവിഷൻ പ്ലസ് ഒരു ക്ലാസ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച സാധനം ഒന്നുകൂടെ റിവിഷൻ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈ ബാച്ചിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഇല്ല എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ കാര്യമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എന്തായാലും LDയുടെ ഒരു സിലബസ് തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റാക്കാൻ പറ്റും. നമ്മുടെ സൂപ്പർ നോട്ട്സും അസിസ്റ്റൻറ്റ് സെയിൽസ്മാനോട് ബന്ധപ്പെട്ടിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ച് നമ്മളിപ്പോൾ 26-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ആ ബാച്ചിൽ നമ്മളിനി ഈ പറഞ്ഞതുപോലെ നമ്മൾ നിങ്ങൾ കുറച്ചധികം വർക്ക് തരുന്ന രീതിയിൽ, അതായത് ക്ലാസ്സുകൾ വേഗത്തിൽ തന്നിട്ട്, കാരണം നിങ്ങൾ പലതും പഠിച്ച സാധനങ്ങളാണ്, വേഗത്തിൽ തന്നിട്ട് കുറച്ച് റിവിഷനിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൂടുതൽ ക്വസ്റ്റ്യൻ തരുന്ന രീതിയിൽ നമ്മൾ ബാച്ചിന് ഒരു റീക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ വഴി അറിയിക്കാം. അപ്പോൾ ഇതുവരെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അപേക്ഷിക്കാത്ത ആൾക്കാരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക, നിങ്ങളുടെ പഠിത്തം തുടരുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ, താങ്ക് യു.